മേടം രാശി മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ വർഷത്തിന്റെ തുടക്കത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകും. എന്നാൽ പിന്നീട് ചെലവുകൾ വർദ്ധിക്കാനും സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകില്ല. ആരോഗ്യം മെച്ചപ്പെടും. എതിരാളികളുടെ ശല്യം കുറയും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടവം രാശി ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ ഈ വർഷം വലിയ നേട്ടങ്ങളുണ്ടാകും. ഏറെ നാളായി അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. ചിലർക്ക് വിദേശത്തേക്ക് താമസം മാറേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാനാകും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. ശമ്പള വർധനവുണ്ടാകും. ദൈവാനുഗ്രഹം ഉള്ളതിനാൽ പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കും. മിഥുനം രാശി മെയ് 22 മുതൽ ജൂൺ 21 വരെ അവിവാഹിതരുടെ വിവാഹം നടക്കും. പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനാകും. ജോലിഭാരം കൂടും. ചിലർക്ക് സ്ഥലം മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് അത് ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. കർക്കിടകം രാശി ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ തീർത്ഥയാത്രകൾ നടത്താനും പുണ്യകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനും അവസരമുണ്ടാകും. ദൈവാനുഗ്രഹം കുറഞ്ഞ കാലമായതിനാൽ കാര്യങ്ങൾ നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടിവരും. ഭാഗ്യക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. പഠനകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. ചിങ്ങം രാശി ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം നടക്കും. സാമ്പത്തിക പുരോഗതിയുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. സന്താനഭാഗ്യത്തിനും സാധ്യതയുണ്ട്. കന്നിരാശി ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ പല വഴികളിലൂടെ പണം വന്നുചേരും. എന്നാൽ ജോലിയിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാം. നിലവിലെ ജോലിയിൽ തുടരുന്നതാണ് ഉചിതം. ഉപരിപഠനത്തിനായി വിദേശയാത്ര നടത്തും. ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. തുലാം രാശി സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ ഈ വർഷം വളരെ ഭാഗ്യമുള്ളതായിരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദൈവാനുഗ്രഹമുള്ളതിനാൽ കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കും. സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാനാകും. കുടുംബജീവിതം സന്തോഷകരമാകും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാനാകും. വൃശ്ചികം രാശി ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പുതിയ വഴികൾ തുറന്നുകിട്ടും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമല്ല. അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും. ധനുരാശി നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഈ വർഷം വളരെ ഗുണകരമായിരിക്കും. അവിവാഹിതരുടെ വിവാഹം നടക്കും. സുഹൃത്തുക്കൾ വഴി പല നേട്ടങ്ങളുമുണ്ടാകും. കുടുംബജീവിതം സന്തോഷകരമാകും. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കും. മകരം രാശി ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിവരും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. ദൈവാനുഗ്രഹം കുറഞ്ഞ കാലമായതിനാൽ കാര്യങ്ങൾ നേടാൻ കൂടുതൽ ശ്രമിക്കേണ്ടിവരും. അലസത ഒഴിവാക്കുക. പഠനത്തിൽ മികവ് പുലർത്തും. പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. കോടതി കാര്യങ്ങളിൽ പ്രതികൂല തീരുമാനമുണ്ടാകാം. കുംഭം രാശി ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ ഏറെ നാളായി അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. സാമ്പത്തിക നേട്ടവും സ്ഥാനക്കയറ്റവും ലഭിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് പല കാര്യങ്ങളും ആഗ്രഹിച്ച പോലെ നടക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനം രാശി ഫെബ്രുവരി 20 മുതൽ മാർച്ച് 21 വരെ പുതിയ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ നടത്തും. നിയമപ്രശ്നങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. ഭൂമി വാങ്ങാൻ അനുകൂല സമയമാണ്. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. കാർഷിക വരുമാനം വർദ്ധിക്കും.